നാളത്തെ ഈ ഒരു നിയമസഭാ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ നാളെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ആയുധമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. ഹൈക്കമാൻഡിൽ നിന്ന് വേണ്ടത്ര ഒരു പിന്തുണ ലഭിക്കാത്തതാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരു ചീഞ്ഞു നാറി ഈ കോൺഗ്രസിനകത്ത് അവശേഷിക്കുന്നതിന് കാരണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ ശബ്ദ സന്ദേശത്തിൽ എന്താണ് പറയുന്നത്? ഈ സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പിടിച്ച് പുറത്താക്കണമെന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ സൈബർ പട ഇതുപോലെയുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്ന സമയത്ത് അവർ കുറച്ചൊക്കെ ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? നമസ്കാരം. ഒരുപാട് സമയത്തിന് ശേഷം കേരള നിയമസഭ നാളെ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമെല്ലാം പോരാത്തതിന് പാലക്കാട് MLA കൂടിയാണ്. അപ്പം ഈ ഒരു വിഷയത്തെ ഇപ്പോൾ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുമോ ഇല്ലയോ, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നാളത്തെ നിയമസഭാ സമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ നിയമസഭയുടെ അല്ലെങ്കിൽ ഈ മിനിസ്ട്രിയുടെ കാലഘട്ടത്തിലെ അവസാന സമ്പൂർണ്ണ നിയമസഭാ സമ്മേളനമായിരിക്കും ഒരുപക്ഷെ നാളെ നടക്കുക. ഇനി ഫെബ്രുവരിയിലോ ജനുവരിയിലോ ഒരു താൽക്കാലിക ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട് നിയമസഭ കൂടുകയും പിരിയുകയും ചെയ്യാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാളത്തെ ഈ ഒരു നിയമസഭാ സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടം നാളെ നിയമസഭയിൽ എത്തുമോ എത്തില്ലയോ, എത്തിയാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള വിഷയങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടം ഇപ്പം നാളെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മുരളീധരൻ പറഞ്ഞ പോലെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും കൊക്കരക്കോ എന്നുള്ള പൂവങ്കോഴിയുടെ ഒച്ച കേൾപ്പിക്കും എന്നതിനപ്പുറത്തേക്ക് ഒരു ചുക്കം സംഭവിക്കാൻ പോകുന്നില്ല. ഭരണപക്ഷം ഏതൊക്കെയാലും ഇദ്ദേഹത്തെ നിയമസഭയിൽ തടയാൻ വേണ്ടി നിൽക്കത്തില്ല. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ആയുധമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്തത് ഏതാനും ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാത്രമാണ്. അതല്ല എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിനു മുമ്പേ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പടിയടച്ചു പിണ്ടം വെച്ചേനെ. അതിനുള്ള ആർജവം VD സതീശനെ പോലെയും രമേശ് ചെന്നിത്തലയെ പോലെയും അതോടൊപ്പം തന്നെ ഉമാ തോമസിനെ പോലെയും ഒക്കെയുള്ള പിന്നെ ബിന്ദു കൃഷ്ണനെ പോലെയൊക്കെയുള്ള കുറേ അധികം നേതാക്കന്മാർ കാണിക്കുന്നു എങ്കിൽ തന്നെയും ഹൈക്കമാൻഡിൽ നിന്ന് വേണ്ടത്ര ഒരു പിന്തുണ ലഭിക്കാത്തതാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരു ചീഞ്ഞു നാറി ഈ കോൺഗ്രസിനകത്ത് അവശേഷിക്കുന്നതിന് കാരണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് അറിയാൻ സാധിച്ചേക്കുന്നത് ഈ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായിട്ട് രാഹുൽ മാങ്കൂട്ടം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ കേരള ജോഡോ യാത്ര നടത്താൻ വേണ്ടി പോവുകയാണ്. ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരമാണല്ലോ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരം നടത്തിയതിനു ശേഷമാണല്ലോ ഇദ്ദേഹം അടൂരിലെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുന്നത് എന്നാണല്ലോ ചില സൈബർ ഗുണ്ടകൾ അല്ലെങ്കിൽ ഈ ഷാഫിയുടെയും അതോടൊപ്പം തന്നെ ഈ രാഹുലിനെയും കുറെ വാളിപ്പിള്ളേർ എന്നൊക്കെ ഇവിടെ പറയാം ഇവന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് താൻ നടത്തിയിട്ടുള്ള ഒളിപ്പോരുകൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലൂടെയും ഈ രാഹുൽ മാങ്കൂട്ടം ഈ കേരള ജോഡോ യാത്ര നടത്തും. കേരള ജോഡോ യാത്ര എന്ന് പറയും. ഭാരത് ജോഡോ യാത്ര എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നടക്കുകയായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ഓടുമായിരുന്നു. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചെയ്യാൻ പോകുന്നത് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഓടും. കാരണം ഇടയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആളുകൾ പിടിച്ച് ചിലപ്പോൾ കൂമ്പിരിടിച്ചെന്ന് വരും, കല്ലേറ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓടും. അതായത് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ചാനലിൽ ഒരു ശബ്ദ സന്ദേശം കേൾക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ എനിക്ക് ഭയങ്കര സംശയം. ഇപ്പൊ സതീശൻ ദുബായിൽ പോയിട്ടുള്ളത് ഇവളെ കാണാൻ പോയതാവും. നീ ഒന്നുകിലൊക്കെ കുത്തിത്തിരിപ്പിച്ചുണ്ടാക്കുന്നു പറഞ്ഞു. അല്ലാണ്ട് എന്തിനാ ഇപ്പൊ സതീശൻ ദുബായിൽ പോയത്? ഇത്രയും പ്രശ്നങ്ങൾ കൂടെ കിടന്ന് കളിക്കുമ്പോ അവൻ എന്തിനാ ദുബായിക്ക് പോയത്? കണ്ടിട്ട് അവളായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നീ ഒന്നുകൂടി തിരിപ്പിണ്ടാക്ക് എന്ന് പറയാൻ വേണ്ടി പോയതായിരിക്കും. അപ്പൊ ഇമാതിരി കഥകളാണ് നടക്കുന്നത്. ഒന്നാമത്തെ ഈ സതീഷിനെയും രമേശിനെയും തല്ലി പുറത്താക്കണം. എന്റെ ഇപ്പൊ ഇവൾക്കൊക്കെ ഈ ഉമാ തോമസിനും നമ്മുടെ ഈ അനിമോ ഉസ്മാനൊക്കെ എന്തുട്ടാണ് അവരുടെയൊക്കെ ഒരു കഴിവ്. 4 പ്രാവശ്യമായി തോൽക്കുന്ന അവള്. ഈ VD തോമസിന്റെ കഴിവുകൊണ്ട് ഒരു ഭാഗ്യത്തിന് ഇവളങ്ങ് ജയിച്ചു പോയെന്ന് പറഞ്ഞാൽ ഇവളൊക്കെ രാഹുലിനെ പറ്റിയിട്ട് എന്ത് പ്രശ്നം സംസാരിക്കാൻ എന്ത് കഴിവുണ്ട്? ദേഷ്യം സഹിക്കാൻ പറ്റാണ്ടാണ് ഈ പറയുന്നത്. ഈ ശബ്ദ സന്ദേശത്തിൽ എന്താണ് പറയുന്നത്? ഈ സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പിടിച്ച് പുറത്താക്കണമെന്ന്. ഈ സൈബർ പട ഇതുപോലെയുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ സൈബർ പട ഇതുപോലെയുള്ള ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്ന സമയത്ത് അവർ കുറച്ചൊക്കെ ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ?
ആരാണ് രമേശ് ചെന്നിത്തലയെന്നും ആരാണ് വി ഡി സതീശനെന്നും അത്യാവശ്യമെന്നും മനസ്സിലാക്കണ്ടേ? കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് കുറച്ച് ആർഗ്യുമെന്റുകൾ നടത്തി എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്താണ് നൽകിയിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസിന് വേണ്ടി എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത്? ഇത്രയും ശുഷ്കമായ, ഇത്രയും പരിതാപകരമായ ഒരു പ്രതിപക്ഷ യുവജന സംഘടന ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് എത്രയോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാർ ഇരുന്നിട്ടുള്ള ഒരു യുവജന സംഘടനയാണത്. ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ ഈ സംഘടനയെ നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ഇതിനു മുമ്പ് ഈ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇവരുടെയൊക്കെ വിജയം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-250 സൈബർ വാളിപ്പിള്ളേർ എന്ന് വേണമെങ്കിൽ നമ്മൾ വിളിക്കുക. അത് തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ വാളിപ്പിള്ളേർ, ഈ ഒരുമാതിരി ഒരു അഡിക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടം കാട്ടിക്കൂട്ടിയിരിക്കുന്ന വൃത്തികേടുകളെ കുറിച്ച് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമായി. സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. കാരണം വി ഡി സതീശനെതിരെ നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, ഒരു നല്ല ഡിബേറ്റർ എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ പറയുകയാണ്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള പരാതിയിൽ കൃത്യമായ ബോധ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധം അത് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. ഈ 10-250 വരുന്ന വാളിപ്പിള്ളേർ ഇവന്മാരാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെന്താ വിചാരിക്കുന്നത്? നാളെ ഈ രാഹുൽ മാങ്കൂട്ടം ഈ സംസ്ഥാനത്തെ മുൻപോട്ട് നയിക്കുമെന്നോ? അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പുതിയ മുഖമാണ് രാഹുൽ മാങ്കൂട്ടമെന്നോ? ഈ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന ഒരു ശാപമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഡിബേറ്റുകൾ നമുക്ക് ഇഷ്ടമാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാനലിലെ പെർഫോമൻസ് നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു വൃത്തികെട്ട ലൈംഗിക വൈകൃതം ബാധിച്ച ഒരു മാനസിക രോഗി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആദ്യമേ തന്നെ ഇവരെ കൊണ്ട് രഹസ്യമായിട്ട് ചികിത്സിപ്പിക്കണമായിരുന്നു. അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇത് അതിനുശേഷവും ഇത്രയും ലൈംഗിക വൈകൃതം കാണിച്ചിട്ടുള്ള രാത്രി കാലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ഓൺലൈനിൽ പച്ചവെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആ പച്ചവെളിച്ചത്തിലെല്ലാം പോയി ലവ് ചിഹ്നം ഇടുകയും ഹായ് എന്താ മോളിസെ ജാടയാണോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ടവരെ വേണ്ടിയിട്ട് ഇനിയും കോൺഗ്രസിന്റെ ആളുകൾ വാദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, ഇവർ കേരള ജോഡോ യാത്ര നടത്താൻ പോവുകയാണെന്ന്. കേരള ജോഡോ യാത്ര നടത്താൻ പോയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ റൂമിന് പുറത്തിറങ്ങത്തില്ല. കഴിഞ്ഞ ദിവസവും നടത്തിയിരിക്കുന്ന നാടകം, ഈ രാഹുൽ ഈശ്വറൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇതുപോലെ പിന്തുണയ്ക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പല പല സ്ത്രീകളുടെ വോയിസുകൾ പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ കെട്ടിപ്പടച്ചു വിട്ടിരിക്കുന്നതാണ് ഈ ആരോപണങ്ങൾ എന്നൊക്കെ. കേരളത്തിലെ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന 10-15 ഒന്നുമല്ല, ഇതിനും അപ്പുറത്ത് ഏകദേശം ഒരു 100ഓളം സ്ക്രീൻഷോട്ടുകൾ വേണമെങ്കിൽ നമുക്ക് പുറത്തുവിടാൻ സാധിക്കും. അതേ രീതിയിലുള്ള ഒരു വൃത്തികെട്ടവരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് പരാതിയാണുള്ളതെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഓമനിച്ചു വളർത്തുന്ന ഒരു മകളുണ്ടെന്ന് വിചാരിക്കുക. ആ മകൾക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായതെന്ന് വിചാരിക്കുക. ഒരുത്തൻ സ്നേഹം നടിച്ച് അവളെ എന്താ പറയുക, ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വിളിക്കുന്നു. ഹോട്ടലിലെത്തുന്ന അവളോട് പറയുന്നു, ഞാൻ വളരെ ഫേമസ് ആണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയും, നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് പറഞ്ഞ് മുകളിലത്തെ റൂമിൽ കൊണ്ടുപോയി അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെന്ന്. ഈ അവസ്ഥകളെയൊക്കെ ന്യായീകരിക്കാൻ ആർക്ക് പറ്റും? അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടുള്ള ഒരു പെൺകുട്ടി പോലീസിൽ പോയി പരാതി നൽകണോ? പോലീസിൽ പോയി പരാതി നൽകിയതിനു ശേഷം അവളുടെ ജീവിതാവസാനം വരെ ഇതൊരു ട്രോമയായി കൊണ്ടു നടക്കണമോ? എന്താണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പരാതിയില്ല എന്ന് പറയുന്നു. ഒരു പെൺകുട്ടിക്ക് തുടർന്ന് ജീവിതമില്ലേ? അവളുടെ അബദ്ധത്തിൽ പെട്ടുപോയി, ഇയാൾ നൽകിയിട്ടുള്ള മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പെട്ടുപോയി, ഇയാളുടെ പദവിയിൽ ഭ്രമിച്ചുപോയി. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതിനുശേഷവും ഇത്രയുമൊക്കെ തെമ്മാടിത്തരം കാണിച്ചിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന ഒരുത്തൻ കേരള രാഷ്ട്രീയത്തിലല്ല, ഈ പൊതുസമൂഹത്തിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനമാണ് കേരളത്തിലെ പൊതുസമൂഹം എടുക്കേണ്ടത്. ഈ ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനെക്കുറിച്ച് ന്യായീകരിച്ച് രംഗത്ത് വരും. രാഹുൽ മാങ്കൂട്ടം എന്നവരെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഈ വാളിപ്പിള്ളേരാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണം, ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മാന്യനായിട്ട് മാറുമായിരുന്നല്ലോ. ഇത് മറിച്ച് കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ, വി ഡി സതീശനെ, രമേശ് ചെന്നിത്തല, അതോടൊപ്പം ഉമാ തോമസിനെതിരെയൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക? പി ടി തോമസിന്റെ ഒഴിവിൽ
MLA ആയ ഒരുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് യോഗ്യതയുണ്ടെന്നേ? രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ എന്ത് യോഗ്യതയുണ്ട് PT തോമസിന്റെ പേര് പറയാനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. PT തോമസ് എവിടെ കിടക്കുന്നു? രാഹുൽ മാങ്കൂട്ടം എവിടെ കിടക്കുന്നു? PT തോമസ് ആരായിരുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായത് എപ്പോഴാണ്? അദ്ദേഹം മരിച്ചതിന് ശേഷമാണ്. മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടി സാറിന് ലഭിച്ചതുപോലെ അല്ലെങ്കിൽ EK നായനാറിന് ലഭിച്ചതുപോലുള്ള ഒരു സ്വീകാര്യത പൊതുജനങ്ങൾക്കിടയിൽ PT തോമസിന് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അപ്പോഴല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നതിനപ്പുറത്ത് മുൻ KSU പ്രവർത്തക, നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള ഉമാ തോമസിനെതിരെ കടുപ്പിച്ച ഭാഷയിൽ ഈ രാഹുൽ അനുകൂലികൾ സൈബർ ആക്രമണം നടത്തുമ്പോൾ അത് നോക്കിക്കൊണ്ട് പിന്നെയും ഇവനെ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണം, ഇവനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തർത്ഥമാണെന്ന് ഉള്ളത്? ഈ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 2 വർഷം കൊണ്ടുണ്ടായതാണോ അല്ലെങ്കിൽ 5 വർഷം കൊണ്ടുണ്ടായതാണോ? എത്ര വർഷത്തെ പാരമ്പര്യമുള്ള ഒരു യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്? അപ്പോൾ ആ യൂത്ത് കോൺഗ്രസിന്റെ സൃഷ്ടാവൊന്നും ഒരിക്കലും ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടോ ഒന്നുമല്ല. ഇതിനു മുമ്പും ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ച് ഒന്നുമാകാതെ പോയിട്ടുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ അധ്വാനമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ യൂത്ത് കോൺഗ്രസിനെ ഇനിയും ഒരു നിമിഷം പോലും അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നു വിലസുന്ന 10 250 വരുന്ന ഈ സോഷ്യൽ മീഡിയ വാളിപ്പിള്ളരുടെ വാക്കുകൾ കേൾക്കാതെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക തന്നെ വേണം. മറിച്ച് ഷാഫിയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെങ്കിൽ ഷാഫിക്കെതിരെ കൂടി നടപടി സ്വീകരിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവേണ്ടത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഈ നിയമസഭാ സമ്മേളനത്തിൽ എത്രയോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കിടക്കുന്നു. വനഭേദഗതി ബില്ല്, ഇന്നലെ ഒരു ബില്ല് ഇപ്പോൾ ഈ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം നിയമസഭയിൽ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് ഈ ചെറുക്കൻ കാണിച്ചിട്ടുള്ള ലൈംഗിക വൈകൃതത്തെക്കുറിച്ചും അവൻ വീണ്ടും നിയമസഭയിൽ വരത്തില്ല എന്നൊക്കെയുള്ളതാണോ ചർച്ച? ഇനിയും അത് ചർച്ച ചെയ്ത് കളയാനായിട്ട് സമയമില്ല എന്നാണ് കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമവും മനസ്സിലാക്കേണ്ടത്. ഇവനെ പുറത്താക്കേണ്ട ചുമതല ഇനി കോൺഗ്രസിനാണ്. ഈ 10 250 വരുന്ന ആളുകളുടെ വാക്ക് കേട്ട് വീണ്ടും ഇവനെ ചുമന്നുകൊണ്ട് നടക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ 2 അക്കം കടക്കാൻ പോലും കോൺഗ്രസിന് സാധിക്കാത്ത ഒരു ഗതികേടുണ്ടാവും എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ.